ഓറഞ്ച് ഓറഞ്ച്. നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നതോറും ഇത്തരത്തിലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ കാണാം. ജീവിതമാർഗം ചെയ്യുന്നത് മാത്രം. ഇതൊരു വടകരയുള്ള ഒരാളാണ് ജോലി എന്ന് പറഞ്ഞത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സംഭവത്തിൽ ഭയങ്കര വലിപ്പമുണ്ട്, പക്ഷേ ഫോണിൽ അത്ര എടുക്കാൻ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ പോയത് ഒരു ഓറഞ്ച് തോട്ടത്തിലേക്കാണ്. എന്തൊരു ഭംഗിയല്ലേ. കാരണം ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ആദ്യമല്ലേ. ഓറഞ്ചൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണും. നമ്മളെ വീട്ടിലൊക്കെ ഓറഞ്ച് എന്താ പറയുക, നമ്മുടെ വീട്ടിലെത്തുമ്പോഴല്ലേ ഓറഞ്ച് കാണുന്നത്. ഇത് മരത്തിൽ കാണുന്ന ആദ്യമായിട്ടല്ലേ നോക്കി. പക്ഷെ സീസണല്ല, ഇപ്പം പച്ചയായിട്ടേ ഉള്ളൂ. ഈ തോട്ടം കംപ്ലീറ്റ് ഓറഞ്ചാണ്. മൊത്തത്തിൽ 9 ഏക്കർ തോട്ടമുണ്ടെന്നാണ് പറഞ്ഞത്. ആ തോട്ടത്തിലേക്ക് പൈപ്പ് ലൈൻ ഉണ്ട്. അടിയിൽ കൂടെ കണ്ടില്ലേ, പൈപ്പ് ലൈനിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. വഴിയിലൊരു പാവപ്പെട്ടൊരു ആളെ കണ്ടു. ഭക്ഷണം വിശപ്പാണല്ലോ എല്ലാവരും പ്രശ്നം. ഭക്ഷണത്തിന് ഒരേ ഒരു ലാംഗ്വേജേ ഉള്ളൂ ലോകത്ത് എവിടെയും, വിശക്കുന്നു അല്ലേ. അങ്ങനെ അയാൾക്ക് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നൊരു ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വെച്ചിരുന്നൊരു സ്കൂട്ടി അയാൾക്ക് കൊടുത്തു. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വിശപ്പ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു എസെൻഷ്യൽ നീഡാണ്. അത് ആരായാലും, ഞാനായാലും നിങ്ങളായാലും ആരായാലും. പിന്നെ ചട്നി ഒന്നും പിന്നെ കയ്യിൽ കൊടുത്തില്ല. ഞാൻ തന്നെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു. കാരണം ചിലപ്പോൾ അയാൾ എടുത്തിട്ടില്ലെങ്കിലും കട്ടും. പിന്നെ അയാളോടൊപ്പം തന്നെ അവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞു. കാരണം ചിലപ്പോൾ കേട് വരുന്ന പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഭയങ്കര ചൂടാണ്. ഈ ചൂടത്ത് കൂടുതൽ നിൽക്കുന്തോറും കേടുന്നു. അപ്പോൾ ഇത്ര ആൾക്കാർ ചിലപ്പോൾ കൊണ്ടുപോയിട്ട് ചിലപ്പം പിന്നെ എപ്പോഴേക്കും കഴിക്കുന്നുണ്ടാവും. കേട് വരേണ്ട വെച്ചിട്ട് അപ്പുറം തന്നെ കഴിപ്പിച്ചു. അവിടുന്ന് യാത്ര തിരിച്ച് അങ്ങനെ ഒരു വലിയൊരു ആട്ടുംകൂട്ടത്തിനൊക്കെ കണ്ട് നല്ല രസമാണ്. ഈ നോർത്ത് ഇന്ത്യയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചുറ്റുഭാഗം പല കാര്യങ്ങളും ഇങ്ങനെ കാണാൻ നമുക്ക്. പക്ഷെ കൃഷികളൊക്കെ വളരെ കുറവായിരുന്നു. പല ആൾക്കാർ നമ്മോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും, വിശേഷങ്ങളൊക്കെ ചോദിക്കും, എന്തിനാണ് യാത്ര. ചിലവർ എക്സൈറ്റഡ് ആവും, ചിലവർ എന്തിനാണ് പോകുന്നത്, ഫാമിലിയില്ലേ എന്നൊക്കെ ചോദിക്കും. ഇയാൾ കേരളം ചുറ്റിക്കറങ്ങി തിരിച്ചു വരിക. അതിനുശേഷം ഞങ്ങൾ കണ്ടൊരു കാഴ്ച, ഞങ്ങൾ ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു. റോട്ടിലിട്ട് നമ്മുടെ ഒരു പ്രത്യേകതരം അരി, എന്ത് അരിയെന്ന് മനസ്സിലാവുന്നില്ല, ഒരു അരി ഇവരിങ്ങനെ ചൂട് വെച്ച് അരിക്കുന്നുണ്ട്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ പോകുന്ന, നമ്മൾ തുപ്പുന്നൊക്കെ സ്ഥലമാണ് ഈ റോഡ്. പക്ഷേ ഈ അരിയുടെ പേര് മുറുമുറ എന്നാണ് വണ്ടി. മുറുമുറ അയാൾ ഇതിൻ്റെ മുകളിൽ കൂടി ചെരുപ്പിട്ട് നടക്കുന്ന പോലും ഉണ്ട് കേട്ടോ. എത്ര വൃത്തിയില്ലാതെയാണ് ഇവർ ഈ കൈകാര്യം ചെയ്തത്. എന്ത് തന്നെയായാലും ഈ മുറുമുറയാണെങ്കിൽ എന്തായാലും കഴിക്കുന്ന ഭക്ഷണമാണല്ലോ. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ മുറുമുറ എന്ന് പറയുന്നത് ഈ ചാറ്റ് പോലത്തെ സംഗതി വല്ലതും ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊരു വല്ലാത്തൊരു മനസ്സിനെ ഒരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഈ സാധനമാണല്ലോ നമ്മളെ നാട്ടിലൊക്കെ കൊണ്ടുവന്ന് നമ്മളൊക്കെ ഈ എടുത്ത് കഴിക്കുന്നതെന്ന് ഓർത്തപ്പം ഭയങ്കര സങ്കടം. ഈ ചേച്ചി എന്തോ നമ്മോട് പറയുന്നുണ്ട്, എന്താ സംഗതി. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ മനസ്സിലാവുന്നില്ല എന്താണെന്നല്ല. അവരുടെ ഭാഷ മനസ്സിലാവും. മറാഠിയാണോ ഇല്ല തെലുങ്കിലൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണോ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എല്ലാത്തിനും നമ്മൾ ഉത്തരേന്ത്യക്കാരെ ആശ്രയിക്കുന്ന ആൾക്കാരാണല്ലോ, പച്ചക്കറി ഒഴിച്ച്. അപ്പോൾ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. എന്തൊരു ഭംഗിയ സ്ഥലങ്ങളൊക്കെ കയറി. ലെഫ്റ്റ് സൈഡിൽ ഫുൾ തടാകമാണ്. പിന്നെ ഞങ്ങൾ പോയത് ഒരു എന്താ പറയുക, കടലത്തോട്ടത്തിലേക്കാണ്. കടലത്തോട്ടം നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഒരു സാധനം കൂടുതൽ പക്ക വിളവായിട്ടില്ല. ചേച്ചി കടല കൊണ്ടു തന്നു കേട്ടോ. കടല പക്ക ആയിട്ടില്ല, ജസ്റ്റ് എന്താ പറയുക ഒരു പകുതി ആയിട്ടേ ഉള്ളൂ. ഇനിയും പകുതി മുളയ്ക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ശരി, ആവാനുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ വൈറ്റ്നെസ് ആവുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് കളർ വരും. അത് കഴിയുമ്പോഴത്തേക്കേ ശരി ഒരു പക്ക അതിനൊരു പൂർണ്ണ വളർച്ച എത്തുള്ളൂ. ഇപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ രസമുണ്ട്, രസമുണ്ട്. എന്താ പറയുക, ഒരു ചെറിയൊരു മധുരവും ചെറിയൊരു ചവർപ്പൊക്കെ കൂടിയിട്ടില്ല. പക്ഷെ കയ്പോ കാര്യങ്ങളൊന്നുമില്ല. കടലങ്ങനെ പാകമായി വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ യാത്രയിൽ കൂടുതൽ വിളവുകളൊന്നും കാണാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ സീസണല്ല, ഒന്നിനും സീസണല്ല. അവിടെ ബായി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ യാത്ര തുടരുകയാണ്. ഓരോരോ വലിയ വലിയ ബോർഡുകൾ കാണാം. വലിയ ദൂരത്തിലേക്കുള്ള ബോർഡുകളാണ്. ശ്രീനഗർ 2500 കിലോമീറ്റർ, അതാണ് ഇതാണ്. ഈ കാണുന്നത് കൂട്ടിയിട്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നൊരു കാഴ്ചയാണ്. എത്രയോ പ്ലാസ്റ്റിക് വന്നിട്ട് പ്ലാസ്റ്റിക് ഞങ്ങൾ ആ ഭാഗത്ത് കംപ്ലീറ്റ് പുകയാണ് യാത്ര ചെയ്ത്. ഈ കണ്ണൂരുള്ള ബ്രോ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുക. അത് ബാംഗ്ലൂർ ടു ഡൽഹി. അയാൾക്ക് എന്തൊരു എക്സാമിന് വേണ്ടി പോകാമെന്നാണ് പറഞ്ഞത്. ഭയങ്കര സ്പീഡിലടിച്ച് പോവായിരുന്നു. പിന്നെ മലയാളിയിൽ നിന്നുള്ള വണ്ടി കണ്ടപ്പോൾ ഞങ്ങളുടെ ഒന്ന് ജസ്റ്റ് സൈഡാക്കിയതാണ്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മളൊരു നിലമ്പൂരുകാരായ കുറച്ച് സുഹൃത്തുക്കൾ കണ്ടുപിട്ടിയത്. അവരെന്താ വെച്ചാൽ എനിക്കൊരു വ്യത്യസ്തമായി തോന്നിയെന്ന് വെച്ചാൽ ഇവർ ഫാമിലിയാണ്. അത് അച്ഛൻ, മക്കൾ, വല്യച്ഛൻ, അങ്ങനെ ഒരു ഫാമിലിയിലെ ആണുങ്ങൾ മാത്രം ഒരു ഹൈദരാബാദ് ട്രിപ്പ് വന്നതാണ്. നിലമ്പൂരിൽ നിന്ന് വരുന്നതാണ് അവർ കുറേ ഞങ്ങളോട് ഭക്ഷണം കഴിക്കാൻ നല്ലോണം നിർബന്ധിച്ചു.
എന്താ പറയുക, നിങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി എന്താ ഞങ്ങൾ, കാരണം 2-2:30 മണിയായിട്ട് സമയം. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ തപ്പി ഇറങ്ങിയായിരുന്നു. പക്ഷേ വേണ്ട ഞങ്ങൾ കുറേ പറഞ്ഞെങ്കിലും അവർ കഴിച്ചിട്ട് പോയാൽ മതി, ഒന്നും ജാട വിചാരിക്കേണ്ട, അത് വിചാരിക്കേണ്ടതൊക്കെ പറഞ്ഞ് ഏതായാലും അവർ കഴിപ്പിച്ചു ഞങ്ങളെ. ആ കഴിക്കുന്ന വീഡിയോ ഇതിനകത്തില്ല, കാരണം കഴിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ എന്താ പറയുക വീഡിയോ എടുത്തിരുന്നു. എന്തായാലും നല്ല സന്തോഷം. അവിടുന്ന് വയറും മനസ്സും നിറച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി.